നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മട്ട 50. കച്ചവടത്തിന്റെ കാശെടുത്ത സത്യ മകളുടെ കല്യാണം നടത്തിയത്. ഇന്റർനെറ്റ് ഇപ്പോൾ ഡെയിലി കളക്ഷന് ആളയക്കും. അധികം സാധനങ്ങളും കടം തരുന്നില്ല. നീ എനിക്ക് 1 മാസത്തെ അവധിക്ക് ചരക്ക് കടം തരണം. അതൊക്കെ എടുക്കാൻ ദിവാകരേട്ടാ. പക്ഷെ ഏട്ടന്റെ കടയിൽ കൊടുക്കാനുള്ള കാശ് അത് മുഴുവൻ കൊടുത്തു തീർക്കണം. 12, 13. അവിടെ ബാലൻസ് വെച്ചിട്ട് ഇവിടെ വന്ന് ചരക്കെടുക്കുന്നത് ശരിയല്ല. അത് ഞാൻ തിങ്കളാഴ്ച ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് ആ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദിവാകരേട്ടാ, നമുക്ക് അതിനുശേഷം ഇടപാട് തുടങ്ങിയാ പോരെ? നീ ഞാൻ ഒരു അച്ഛനുണ്ടായതല്ലേ അല്ലടാ? എന്നിട്ട് ഞാൻ പഠിപ്പിച്ച ബിസിനസ്സിൽ നീ തന്തയില്ലായ്മ കാണിക്കുന്നോടാ. ഏട്ടാ ഞാൻ മിണ്ടരുത്. നീ ബിസിനസ്സിൽ നേരും നെറിയും വേണം. സച്ചി സാറിന് അത് ഉണ്ടായിരുന്നു. അയാളുടെ മകനത് കാണില്ല. അവനത് ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ നീ ഇവിടെ നിൽക്കുന്നത് അല്ലടാ? ഏട്ടൻ ചുമ്മാ അനാവശ്യം വിളിച്ച് പറയല്ലേ. ഏട്ടന് തന്നെ അതിന്റെ നാണക്കേട്. അപ്പൊ ഞാൻ അനാവശ്യം വിളിച്ച് പറയുന്നതാ അല്ലടാ? എടാ, ഈ ദിവാകരൻ ചേട്ടൻ എന്റെ കസ്റ്റമറാ. അയാൾ എന്റെ കടയിൽ എത്ര കാശ് തരാണെന്ന് നിനക്കറിയോ? അറിയോ? ഏട്ടാ, ഞാൻ ദിവാകരേട്ടനോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെ ഏട്ടാ. ആ കാശ് ക്ലിയർ ചെയ്തിട്ട് മതി പുതിയ ഇടപാടെന്ന്. അതേന്ദ്ര, ഞാൻ സത്യമായി സംസാരിച്ചേ ഉള്ളൂ. ചരക്കൊന്നും ഇവിടുന്ന് ആദ്യം എനിക്ക് തരാനുള്ള കാശ് വേണോ? നീ എനിക്ക് തരാനുള്ള 1 ലക്ഷം ആദ്യം എന്താ? എന്നിട്ട് മതി നിന്റെ കാശോ. ഏട്ടാ, എന്താ ഈ കാണിക്കുന്നേ? അയാളെ വിട്. ഇതൊന്നും ശരിയല്ല കേട്ടോ. പിന്നെ ഏതാണ് ശരി? ഞാൻ കാശില്ലാതെ കിടന്ന് കഷ്ടപ്പെടുമ്പോ എന്നെ പറ്റിച്ച് നടക്കുന്നവരെ ഞാൻ പിന്നെ കണ്ട മിണ്ടായിരിക്കണോ? എന്റെ കാശ് തന്നെ പോയാൽ കാശ് തരുന്നു പറഞ്ഞല്ലോ. ഏട്ടാ വിട്. ഏട്ടന് ഗുണ്ടായിസ് ഇവിടെ വെച്ച് വേണ്ട. ഗുണ്ടായിസ് തന്നെയാടാ. നീ എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ ഇന്ദ്രന് മറ്റൊരു മുഖം ഉണ്ടെന്ന് നിനക്കറിയാലോ. ഹലോ, ഗുണ്ടായസത്തിന് ഞങ്ങളും പുറകിലില്ല. അടിച്ചാ തിരിച്ചടിക്കും, അതിലൊരു സംശയം വേണ്ട. എങ്കിൽ നീ എന്നെ അടിക്കണം. ഇവിടെ അടി നടന്നാലേ അങ്ങോട്ട് പോ. അത് നമ്മുടെ സ്ഥാപനത്തിലെ മാനക്കേട്. ഓഹോ, നമ്മുടെ സ്ഥാപനം? ഏതാണ് സ്ഥാപനം? എടാ, ഞാനും കുറെ കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്താ. തൊഴിലാളി എന്നും തൊഴിലാളി തന്നെയാണോ? മുതലാളിക്ക് മതിയാകുമ്പോ അവനെ കറിവേപ്പില പോലെ വലിച്ചെറിയൂടാ. സച്ചി സാർ എനിക്ക് മുതലാളിയല്ല. അദ്ദേഹത്തിന് ഞാൻ തൊഴിലാളിയുമല്ല. പിന്നെ ആരാണ് നിനക്ക് അയാള്? നിന്റെ അമ്മായിപ്പനോ? സച്ചി സാർ അയാളുടെ മകളെ നിനക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിലേ അതിലെന്തെങ്കിലും ചതി കാണും. എന്നെ തല്ലിയിട്ട് ഞാൻ മിണ്ടാതെ നിന്നതേ എന്റെ കൂടപ്പുറപ്പല്ലെന്ന് കരുതിയാ. പക്ഷെ സച്ചി സാറിന് കുടുംബത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ തല്ലൂടാ? ഗോകുലിനെ വിളിച്ച് പറയട്ടെ സത്യ, ബാക്കിയാവും നോക്കിക്കോളും. വേണ്ട, ആരെയും വിളിക്കണ്ട, ആരും അറിയണ്ട. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം.